ഹൈ പെർഫോമർ ആകുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല എന്ന് ചിലപ്പോൾ തോന്നാം അല്ലേ? പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൈ പെർഫോമർ ആകാൻ സാധിക്കും. അതിനാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാം ഫോക്കസ്ഡായി എനർജി കൊണ്ട് ഡെലിബറേറ്റായി ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഹൈ പെർഫോമർ ആകാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. 5 ബിഗ് മൂവ്സ് ഓർ 5 മേജർ മൂവ്സ്. നിങ്ങൾക്ക് ഒരു ഹൈ പെർഫോമർ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ആ മേഖലയിലെ 5 ബിഗ് മൂവ്സ് ഏതാണ്? കണ്ടുപിടിച്ചായിരുന്നോ? കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്ത ശേഷം കണ്ടുപിടിക്കുക എന്താണ് നിങ്ങളുടെ 5 ബിഗ് മൂവ്സ് എന്ന് പറയുന്നത്. ഇനി ഇന്ന് വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. അതിൻ്റെ പേരാണ് പ്രോഗ്രസീവ് മാസ്റ്ററിങ്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന കാര്യം 10,000 മണിക്കൂർ ഒരു കാര്യത്തിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പേർട്ട് ആകും, ഹൈ പെർഫോമർ ആകും എന്ന് പറയുന്നത്. പക്ഷേ അത് അത്ര യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. പ്രോഗ്രസീവ് മാസ്റ്ററിയാണ് വേണ്ടത്. പ്രോഗ്രസീവ് മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോ ദിവസവും നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കും, ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ സാധിക്കണം. അതിന് ഡെലിബറേറ്റ് പ്രാക്ടീസ് ആവശ്യമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ 5 മേജർ മൂവ്സ് എന്ന് പറയുന്ന പോലെ തന്നെ 5 മേജർ സ്കിൽസ് കൂടിയുണ്ട്. അതിനകത്താണ് നമ്മൾ പ്രോഗ്രസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രൈമറി സ്കില്ലിനെ കണ്ടെത്തി അതിനെ മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. മാസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് പ്രോഗ്രസീവായിട്ട് ചെയ്യാൻ സാധിക്കണം. വെറുതെ കുറേ നേരം ചെയ്തിട്ട് കാര്യമില്ല, അതിൽ കൃത്യമായി പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഈ 5 സ്കിൽ ഏതാണ് നിങ്ങളുടെ മേഖലയിൽ നിങ്ങളെ ഏറ്റവും മികച്ച വ്യക്തിയാക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന 5 സ്കിൽ ഏതാണ്? അത് കണ്ടെത്തുക. ഇപ്പോൾ സ്വിമ്മർ ആയിരിക്കാം, ചിലപ്പോൾ അല്ലെങ്കിൽ റൈറ്റർ ആയിരിക്കാം, ട്രെയിനർ ആയിരിക്കാം, പ്രോഗ്രാമർ ആയിരിക്കാം, എൻജിനീയർ ആയിരിക്കാം. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആകാനുള്ള 5 സ്കിൽ ഏതാണ്? ഇനി അതിൽ എങ്ങനെയാണ് മാസ്റ്റർ ചെയ്യാൻ സാധിക്കും? ഞാൻ വീണ്ടും ബ്രണ്ടൻ ബച്ചാർഡിൻ്റെ ഹൈ പെർഫോമൻസ് ഹാബിറ്റ് എന്ന പുസ്തകത്തിലേക്ക് പോവുകയാണ്. ഞാൻ അതിനകത്തൊരു 10 സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് നോട്ട് ചെയ്യുക. അതനുസരിച്ച് നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാകും. ഇത് ഒരു സാധാരണ വീഡിയോ അല്ല, ഇതൊരു കോഴ്സാണ്. ഞാനിത് എല്ലാവർക്കും കാണാനായി വെറുതെ ഓപ്പണാക്കി ഇട്ടുവെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഒരു കോഴ്സായി ചെയ്യുന്നതാണ്. വ്യക്തമായി കോച്ചിൻ്റെ സഹായത്തോടെ ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് അത്ര ഈസിയായി തോന്നുകയില്ല. എങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യും. ഹൈ പെർഫോമൻസ് കോഴ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ്. അത് ഞാൻ സൗജന്യമായി തന്നെ നിങ്ങൾക്ക് പലർക്കും ഡെവലപ്പ് ചെയ്യാനായിട്ട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഒരു 10 സ്റ്റെപ്പ് പറയാം, ക്ഷമയോടെ കേൾക്കുക. ഒന്നാമത്, ഡിറ്റർമൈൻ എ സ്കിൽ ദാറ്റ് യു വാണ്ട് ടു മാസ്റ്റർ. ആദ്യം നിങ്ങൾ തീരുമാനിക്കുക ഏത് സ്കില്ലാണ് നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ, സെറ്റ് സ്പെസിഫിക് സ്ട്രെച്ച് ഗോൾസ് ഓൺ യുവർ പാത്ത് ടു ഡെവലപ്പിംഗ് ദാറ്റ് സ്കിൽ. നിങ്ങൾ ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഡ്യൂറേഷൻ വയ്ക്കുക, ഒരു സ്പെസിഫിക് സ്ട്രെച്ച് നിങ്ങൾ അതിനുവേണ്ടി തയ്യാറാക്കുക. ആദ്യം ഗോൾ കണ്ടെത്തുക. ഇനി ഏത് സമയത്തിലാണ് നിങ്ങൾ മാസ്റ്റർ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കണ്ടെത്തുക. മൂന്നാമത്തെ കാര്യം, അറ്റാച്ച് ഹൈ ലെവൽ ഓഫ് ഇമോഷൻസ് ആൻഡ് മീനിങ് ടു യുവർ ജേർണി ആൻഡ് യുവർ റിസൾട്ട്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് നമ്മെ ഒരു ഹൈ പെർഫോമർ ആക്കുവാനായിട്ട് പ്രചോദിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ ഒരു സ്വിമ്മർ ആകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റൈറ്റർ ആകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എക്സാം പാസ്സാകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇമോഷൻസ് നിങ്ങൾക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കണം. എന്ന് വെച്ചാൽ അത് നേടിയെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷനായിരിക്കും, അല്ലെങ്കിൽ ഫീലിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഇൻസിഡൻറ്റുമായി കണക്ട് ചെയ്ത നിങ്ങളുടെ പേരൻസുമായിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ളതോ അധ്യാപകരുമായിട്ടുള്ള ഏതെങ്കിലും ഒരു ഈവൻറ്റുമായി ബന്ധപ്പെട്ടായിരിക്കും നമ്മൾ ആ മിഷനെ അല്ലെങ്കിൽ സ്കില്ലിനെ പെർസ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ചേസ് ചെയ്യുന്നത്. ആ ഇമോഷൻസുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്യാൻ സാധിക്കണം. അത് ഓർക്കുമ്പോഴാണ് നമുക്ക് അതിനോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് തോന്നുന്നത്, കൂടുതൽ സ്നേഹം തോന്നുന്നത്, കൂടുതൽ പാഷൻ തോന്നുന്നത്, പർപ്പസ് തോന്നുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ സ്കില്ല് ചൂസ് ചെയ്യാൻ കാരണം? അതിലൂടെ എനിക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ്, അത് പേഴ്സ്യൂ ചെയ്യുമ്പോൾ എനിക്കുള്ള സാറ്റിസ്ഫാക്ഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട സന്തോഷം, എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ പ്രധാനപ്പെട്ടാണ് ഇമോഷൻസ്. ഇനി നാലാമത്തെ, ഐഡൻറ്റിഫൈ ദ ഫാക്ടേഴ്സ് ക്രിട്ടിക്കൽ സക്സസ്. ഈ സ്കില്ല് നേടുമ്പോൾ ഈ സ്കില്ലിനെ നിങ്ങൾക്ക് സക്സസ് ആക്കി മാറ്റുവാനായി സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതാണ്? ഐഡൻറ്റിഫൈ ദ ഫാക്ടർ ക്രിട്ടിക്കൽ ടു സക്സസ് ആൻഡ് ഡെവലപ്പ് യുവർ സ്ട്രെങ്ത് ഇൻ ദോസ് ഏരിയാസ് ആൻഡ് ഫിക്സ് യുവർ വീക്ക്നെസ് വിത്ത് ഈക്വൽ ഫെവർ. അപ്പോൾ നിങ്ങളുടെ സക്സസ്സിനെ സഹായിക്കുന്ന ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് ഏതെല്ലാമാണ്? ഇപ്പോൾ സ്വിമ്മർ ആണെങ്കിൽ സ്പീഡ്, അജിലിറ്റി ആയിരിക്കാം. ഷൂട്ടർ ആണെങ്കിൽ ആക്യുറസി, സ്ട്രെങ്ത് ആയിരിക്കാം.
ഇങ്ങനെ പല പല സ്പെസിഫിക് ആയിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള കാര്യത്തിൽ വിജയിക്കണമെങ്കിൽ ക്രിട്ടിക്കലായി ഇന്ന കാര്യങ്ങൾ വേണം അത് നമ്മൾ കണ്ടെത്തുക. അഞ്ചാമത്തെ, ഡെവലപ്പ് വിഷ്വലൈസേഷൻ ദാറ്റ് ക്ലിയർലി ഇമാജിൻ വാട്ട് സക്സസ് ആൻഡ് ഫെയിൽ ലുക്ക് ലൈക്സ്. നിങ്ങൾ ആ മേഖലയിൽ വിജയിക്കുന്നതും ഒപ്പം തന്നെ പരാജയപ്പെട്ടാൽ എങ്ങനെയായിരിക്കും ഇതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കും. അത് ഡെയിലി ചെയ്യേണ്ട പ്രാക്ടീസാണ് വിഷ്വലൈസേഷൻ. വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്, മനസ്സിലാക്കുക. ആറാമത്തെ, സ്കെഡ്യൂൾ ചലഞ്ചിങ് പ്രാക്ടീസസ് ഡെവലപ്പ് ബൈ എക്സ്പേർട്സ് ഓർ തറോ കെയർഫുൾ തോട്ട്. അപ്പോൾ ഇത് നേടിയെടുക്കുവാനായി വിജയിച്ച ആളുകൾ ചെയ്തത് എന്താണ്, അല്ലെങ്കിൽ എക്സ്പേർട്ട് സജസ്റ്റ് ചെയ്തത് എന്താണ്, അതിനുവേണ്ടി നമ്മൾ ചലഞ്ചിങ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, ആറാമത്തെ കാര്യം ക്ലിയർ ആണ്, വളരെ ഈസി ആയിട്ട് കാര്യമാണ്. വെറുതെ ഏതെങ്കിലും മെത്തേഡ്സ് അല്ല ഫോളോ ചെയ്യേണ്ടത്, എക്സ്പേർട്സ് ചെയ്ത കാര്യങ്ങളെ കണ്ടെത്തുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുക. മെഷർ യുവർ പ്രോഗ്രസ് ആൻഡ് ഗെറ്റ് ഔട്ട്സൈഡ് ഫീഡ്ബാക്ക്. തീർച്ചയായും പ്രധാനപ്പെട്ട നിങ്ങൾ പ്രോഗ്രസ് മെഷർ ചെയ്തുകൊണ്ടിരിക്കുക, ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ കോച്ച് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ട്രെയിനിങ് ആണ് വെയിറ്റിൻ്റെ കുറയ്ക്കുന്നതോ കൂട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ എക്സാം കണ്ട് മാർക്സ് കൂടുന്നതോ കുറയുന്നതായിരിക്കാം. പ്രോഗ്രസ് നിങ്ങൾ എന്തായാലും മോണിറ്റർ ചെയ്യുകയും മെഷർ ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. എട്ടാമത്തെ കാര്യം, സോഷ്യലൈസ് ലേണിംഗ് ആൻഡ് എഫേർട്സ് ബൈ പ്രാക്ടീസിങ് ഓർ കോമ്പറ്റിങ് വിത്ത് അതേഴ്സ്. നിങ്ങൾക്ക് ഒരു പിയർ ഗ്രൂപ്പുമായി നിങ്ങളുടെ പ്രോഗ്രസ് വിലയിരുത്തുവാനും കോമ്പറ്റ് ചെയ്യുവാനും ചർച്ച ചെയ്യുവാനും ഇടയാകണം. സോഷ്യലൈസ് ചെയ്യേണ്ട ആവശ്യമാണ് നിങ്ങളുടെ ഗോളുമായി ബന്ധപ്പെട്ട്. ഒമ്പതാമത്, കണ്ടിന്യൂ സെറ്റിംഗ് ഹൈ ലെവൽ ഗോൾസ് സോ ദാറ്റ് യു കീപ് ഇംപ്രൂവിങ്. ചെറിയ ഗോൾസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ഹൈ ഗോൾസ് സെറ്റ് ചെയ്യുവാൻ, അംബീഷ്യസ് ആയിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി ലഭിക്കുകയുള്ളൂ. പത്താമത്തെ കാര്യം, ടീച്ച് അതേഴ്സ് വാട്ട് യു ആർ ലേണിംഗ്. ഏറ്റവും എഫക്റ്റീവായുള്ള കാര്യമാണ് നിങ്ങൾ ലേൺ ചെയ്യുന്ന കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ ഓർമ്മയിരിക്കുവാനും കൂടുതൽ എഫക്റ്റീവ് ആക്കുവാനും കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുവാനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 5 മൂവ്സിലൊന്ന് നിങ്ങൾക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ സ്കിൽസിന് വേണ്ടി ഈ 10 കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങൾ ബുക്ക് എടുക്കുക, അല്ലെങ്കിൽ പേപ്പർ എടുക്കുക, അവിടെ നിങ്ങൾ തീർച്ചയായും എഴുതുക. ഡെലിബറേറ്റ് ആയിട്ട് അറ്റംപ്റ്റ് ആണ് ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത്. അവിടെ എഴുതുക ഈ 10 സ്റ്റെപ്പുകളും നിങ്ങളുടെ മേഖലയിൽ എങ്ങനെയാണ് സഹായിക്കുക എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്ക്ഷോപ്പിനകത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രാക്ടിക്കൽ എക്സസൈസ് ചെയ്യിപ്പിക്കാറുണ്ട്. ഒരു എക്സാമ്പിൾസ് വളരെ കൃത്യമായി പറയും. പിന്നീട് നിങ്ങളുടെ മേഖലയിൽ കസ്റ്റമൈസ്ഡായി അതെങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കും. ഇവിടെയൊക്കെയാണ് കോച്ചിൻ്റെ പ്രാധാന്യം ഉണ്ടാകുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഗൈഡ് ലൈൻ സഹായമാകുമെന്ന് വിശ്വസിക്കുകയാണ്. ലെറ്റ് us aim for 10x growth through habits.